വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെള്ളരിക്ക ഓലനാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. അത് നീലേശ്വരം സ്റ്റൈലാണ്. അപ്പോൾ നമ്മൾ വെള്ളരിക്കെല്ലാം കട്ട് ചെയ്ത് മാറ്റുക. കട്ട് ചെയ്തെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലത്തെ കുരു മാത്രം കളഞ്ഞെടുക്കുക. അതിൻ്റെ ഉൾഭാഗത്ത് പുളിരസം ഉണ്ടെങ്കിൽ അത് കുരു മാത്രം കളഞ്ഞ് കട്ട് ചെയ്യുക. കയ്പ്പ് രസമാണെങ്കിൽ അത് ഉൾഭാഗം ചെത്തിക്കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് 2 വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കാം. ഇനി ഈ ഒരു ഇച്ചിരി പുളിരസം ഉണ്ടാകുന്നതാണ് ഒരു ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നുന്നത്. അത് പുളിരസം കുറവാണെങ്കിൽ ഒരു പിഞ്ച് പുളി നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കലുണ്ട് നമ്മൾ. അപ്പോൾ അങ്ങനെ ഒരു പിഞ്ച് പുളിയും കുറച്ച് തേങ്ങയും ഇട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ആ ഇട്ടുകൊടുത്ത പുളി നമ്മൾ തിരിച്ചെടുക്കണം. എന്നുവെച്ചാൽ പുളി കൂടി പോകാൻ പാടില്ല. അപ്പോൾ ആ ഇട്ടുകൊടുത്ത പുളിയും തിരിച്ചെടുത്തതിന് ശേഷം നമ്മളിതിൽ വറുത്തിടുക ചെയ്യുന്നത്. വറുത്തിടുന്ന കടുക്, കറിവേപ്പില, വെളുത്തുള്ളി, വറ്റൽമുളക് ഇത്രയും സാധനമാണ് നമുക്ക് വറുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഈ വെള്ളരിക്ക ഓലൻ. ഇതിന് സൈഡ് ഡിഷായിട്ട് ഒരു ഫിഷ് ഫ്രൈ എല്ലാം ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ നീലേശ്വരം സ്റ്റൈൽ വെള്ളരിക്ക ഓലൻ.